എനിക്ക് അബൂബക്കർ വർത്തനവും മഹാനവകൾ എന്നെ വിളിച്ച് നീ ഞങ്ങളുടെ കൂടെ സമസ്തയിൽ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ എനിക്ക് കരുതിയത് എന്തിനായിരുന്നു പിന്നീട് ഞങ്ങളെ തമ്മിൽ അകറ്റിക്കാട്ടത് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഞങ്ങൾ അകന്നു പോയാൽ. സമസ്ത പിളർപ്പിൽ വിതുമ്പി വൈകാരികമായിരിക്കുന്ന ചില കാര്യങ്ങളാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഒരു വേദിയിലെ പ്രസംഗത്തിനിടെ പരാമർശിച്ചത്. സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നു. മീഡിയകളിലും ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമസ്തയുടെ പിളർപ്പ് തെറ്റായിരുന്നുവെന്നും അതിനോടനുബന്ധിച്ച് EK വിഭാഗം സുന്നി പക്ഷത്തേക്ക് ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടി അന്നത്തെ സമസ്തയുടെ നേതാവായിരുന്ന EK അബൂബക്കർ മുസ്ലിയാർ തന്നോട് ആവശ്യപ്പെട്ടിരുന്നു എന്നതുമടക്കമുള്ള ഒരു വേദനയുടെ യാഥാർത്ഥ്യമാണ് അദ്ദേഹം പറഞ്ഞത്. പിളർപ്പ് ഏറെക്കുറെ പൂർണ്ണമായി. അതിനുശേഷം രണ്ട് പക്ഷത്തും വലിയ രീതിയിലുള്ള വളർച്ചയുണ്ടായി. സാമൂഹ്യ, മത, സാമ്പത്തിക, സാംസ്കാരിക രംഗത്തും കാരുണ്യ സേവന പ്രവർത്തന രംഗത്തും രണ്ട് സമസ്തയും വലിയ മുന്നേറ്റമുണ്ടായി. രാജ്യത്തിന് പുറത്ത് വിദേശ രാജ്യങ്ങളിലെല്ലാം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ സമസ്ത വിഭാഗമാണ് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയത്. അതിൽ പ്രത്യേകിച്ച് ദുബായ് അല്ലെങ്കിൽ UAE എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്ത് കാന്തപുരം വിഭാഗത്തിനുള്ള കാന്തപുരത്തിനുള്ള സ്വാധീനം വളരെ വളരെ വലുതാണ്. ഭരണ സംവിധാന രംഗത്ത് പോലും അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ സ്വാധീനമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റ് അറേബ്യൻ രാജ്യങ്ങളിലും ഏറെക്കുറെ ചെറുതല്ലാത്ത രീതിയിലുള്ള ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ട് EK വിഭാഗം സുന്നികളെക്കാണേറെ കാന്തപുരം വിഭാഗത്തിന് സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, യമനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുട്ടിയുടെ വധശ്രമവുമായി ബന്ധപ്പെട്ട കാര്യത്തിനെല്ലാം ഈ തലവെട്ടുമായിട്ട് ബന്ധപ്പെട്ട് യമനിലെ സർക്കാർ അങ്ങനെ ഉത്തരവ് പുറപ്പെടുവിച്ചതിനെ താൽക്കാലികമായിട്ട് എങ്കിലും മാറ്റത്തിരുത്തലുകൾ വരുത്താൻ വേണ്ടിയിട്ടും വിധി സ്റ്റേ ചെയ്യിക്കാൻ വേണ്ടിയും കാന്തപുരത്തിൻ്റെ ഇടപെടൽ മൂലം സാധിച്ചു എന്നുള്ളത് കേന്ദ്ര ഗവൺമെൻറ് തലത്തിൽ നിന്ന് പോലും അഭിപ്രായം ഉയർന്നതാണ്. ആ തരത്തിൽ പോകുന്നു. അപ്പോൾ ഈ സംഘടനാ നേതൃത്വം, ഭരണരീതികൾ, അനുബന്ധ പോഷക സംഘടനകളുടെ പ്രവർത്തന രീതി, ചില നേതാക്കന്മാരുടെ തെറ്റായിരിക്കുന്ന നിലപാടുകളും പ്രസ്താവനയും ഇതെല്ലാമാണ് സമസ്തയെ അന്നത്തെ കാലത്ത് പിളർപ്പിലേക്ക് എത്തിച്ചത്. 1980 കാലഘട്ടത്തിൽ അല്ലെങ്കിൽ 80-ന് ശേഷം ഈ വിഷയങ്ങൾ സമസ്തക്കകത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിലും 87, 88 എന്നൊക്കെ പറഞ്ഞാൽ ഒരു നിർണായകമായിരിക്കുന്ന വർഷമായിട്ടാണ് പരിഗണിക്കുന്നത്. 89-ൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പിളരുന്നു. അന്നത്തെ യുവജന സംഘടനയായിരിക്കുന്ന സുന്നി പക്ഷത്തുള്ള SYS, വിദ്യാർത്ഥി സംഘടനയായിരിക്കുന്ന SSF, പിന്നീട് സുന്നി മാനേജ്മെൻറ്റ് അസോസിയേഷൻ എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം, ഇതെല്ലാം AP അബൂബക്കർ മുസ്ലിയാരുടെ നയത്തോടൊപ്പം താല്പര്യത്തോടൊപ്പം ആ കാലത്ത് തന്നെ ചേർന്ന് നിന്നു എന്നുള്ളതാണ്. പിന്നീട് EK വിഭാഗം സുന്നി, ആ പക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായിരിക്കുന്ന മുസ്ലിം ലീഗ് വലിയ രീതിയിൽ എതിർപ്പുമായി AP വിഭാഗത്തിനെതിരെ രംഗത്ത് വരുന്നു. കലുഷിതമായിരിക്കുന്ന ഒരു അന്തരീക്ഷം തന്നെയാണ് പിന്നെ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടായത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ സംഘടനാപരമായിരിക്കുന്ന പിൻബലത്തോടു കൂടി അദ്ദേഹത്തിന് ഉയരാൻ വേണ്ടി സാധിച്ചു. വലിയ വലിയ മേഖല കീഴടക്കാൻ വേണ്ടി സാധിച്ചു. ഇന്ന് നോക്കുന്ന സമയത്ത്, നമ്മൾ വർത്തമാനകാലത്ത് നോക്കുന്ന സമയത്ത് EK വിഭാഗം സുന്നികളുടെ കൈവശത്തിൽ 10,000-ലധികം മദ്രസകളാണുള്ളത്, 1000-ലധികം പള്ളികളുണ്ട്, 100-ലധികം അറബി കോളേജുകളുണ്ട്. ഇനി AP വിഭാഗത്തിൻ്റെ ഭാഗത്ത് നോക്കുന്ന സമയത്ത് 5000-ലധികം മദ്രസകൾ നിലവിലുണ്ട്, 1000-ലധികം പള്ളികളുണ്ട്, 100-ലധികം കോളേജുകളുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസ സമുച്ചയങ്ങളും പള്ളികൾ പോലെയുള്ള ആരാധനാ മന്ദിരങ്ങളും ഉണ്ടാക്കുന്നതിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്കുള്ള അത്ര സ്വാധീനം EK സമസ്തക്കില്ല ഇല്ല. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ചില കാര്യത്തിൽ EK വിഭാഗത്തേക്കാൾ വളരുകയും ഉയരുകയും വലിയ വലിയ മേഖല കീഴടക്കാനും സാധിച്ചിട്ടുണ്ട്. ഈ സംസ്ഥാന അടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത്, കേരളത്തിൻ്റെ മാത്രം എടുത്ത് നോക്കുന്ന സമയത്ത് EK വിഭാഗത്തിന് തന്നെയാണ് പള്ളികളും മദ്രസകളും കൂടുതലുള്ളതായി കാണാൻ വേണ്ടി സാധിക്കുന്നത്. അറബി കോളേജുകൾ ഏറെക്കുറെ ഈക്വാലിറ്റിയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. എണ്ണത്തിൽ നോക്കുന്ന സമയത്ത് 1-2 എണ്ണത്തിൻ്റെ ഒക്കെ മാറ്റങ്ങൾ ഒരുപക്ഷെ ഉണ്ടാവാം, അത്രേ ഉള്ളൂ.
രാജ്യത്തിൻ്റെ പുറത്ത് മതഭൗതിക വിദ്യാഭ്യാസത്തെ സമന്വയിപ്പിച്ചുകൊണ്ട് വലിയ മുന്നേറ്റം മതവിശ്വാസികൾക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതിൽ AP വിഭാഗം സുന്നികൾ അല്ലെങ്കിൽ ആ വിഭാഗം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു. അങ്ങനെ ഇന്ത്യക്ക് പുറത്തുള്ള ഒരുപാട് രാജ്യങ്ങളിൽ ഇപ്പം കേരളത്തിലെ സുന്നി കുട്ടികൾ പഠിക്കുന്നുണ്ട് എന്ന് യാഥാർത്ഥ്യമാണ്. കേരളത്തിൻ്റെ പുറത്തുള്ള വ്യത്യസ്ത സംസ്ഥാനങ്ങളിലും കുട്ടികൾ പഠിക്കുന്ന ഡൽഹിയിലുണ്ട്, അലിഗഡ് പോലെയുള്ള സർവകലാശാലയിൽ പഠിക്കുന്നുണ്ട്. പിന്നീട് ബീഹാർ, ഒറീസ പോലെയുള്ള ഭാഗങ്ങളിൽ, മഹാരാഷ്ട്ര പോലെ ഉള്ള ഭാഗങ്ങൾ, അങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം കാണാൻ വേണ്ടി സാധിക്കും. അഥവാ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വാതിലുകൾ തുറന്നുകൊണ്ട് അല്ലെങ്കിൽ മതിൽക്കെട്ടുകൾ പൊളിച്ചുകൊണ്ട് പുറത്ത് ചാടപ്പെട്ട ഒരു സമന്വയ വിദ്യാഭ്യാസത്തിൻ്റെ രീതി കാന്തപുരം അവലംബിച്ചിട്ടുണ്ട് എന്ന് ചുരുക്കം. ഇവിടെ ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് ഏറെക്കുറെ വളരെ പിന്നോക്കമായിരുന്നു സുന്നി പക്ഷം. ഏത് കാലഘട്ടത്തിൽ? 1970, 80, 90, ഏറെക്കുറെ 2000 വരെയുള്ള കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ പിളർപ്പുണ്ടായ സമയത്ത്, ഈ പിളർപ്പ് ഉണ്ടാകുന്നവരെ, അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ കാലഘട്ടത്തിന് മുമ്പ് തന്നെ 1926, 1936 ആ കാലഘട്ടത്തിൽ തന്നെ സുന്നി പക്ഷത്തേക്ക് അല്ലെങ്കിൽ സമസ്തയുടെ ഒരു ആരംഭം ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ കേരളത്തിലെ പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിങ്ങൾ നീങ്ങുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ കാലത്തിനനുസരിച്ച് മാറാൻ വേണ്ടിയിട്ട് EK വിഭാഗം സമസ്തയിലെ പല പണ്ഡിതന്മാരും തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭൗതിക വിദ്യാഭ്യാസം ലഭിക്കുന്നതിൽ ഏറെക്കുറെ 0 മാർക്കായിരുന്നു ആ കാലഘട്ടത്തിൽ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ 70, 80 കാലഘട്ടത്തിൽ എണ്ണുന്നവരെയൊക്കെ ആ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ ഏകദേശം 5ാം ക്ലാസ്, 6ാം ക്ലാസ്, 10ാം ക്ലാസ്സിൻ്റെ താഴെ വരെ പഠിച്ചിട്ട് പിന്നീട് മതപരമായി പഠിക്കാനുള്ളവർ പള്ളി ദർസുകളിൽ ഓതുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. ഭൗതിക വിദ്യാഭ്യാസമല്ല, സ്കൂൾ വിദ്യാഭ്യാസത്തിന് തീരെ പ്രാധാന്യം നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആ മതിൽക്കെട്ട് അതൊരു ചുവരാണ്. അത് മാറ്റാൻ വേണ്ടിയിട്ട് CH മുഹമ്മദ് കോയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നു, ഈ ഫറൂഖ് കോളേജ് കൊണ്ടുവന്നു, ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോഴിക്കോട് കൊണ്ടുവന്നു. അങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ വലിയ മാറ്റമുണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള സാമൂഹ്യ മാറ്റങ്ങൾ ഈ CHൻ്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് സുന്നികൾ തയ്യാറായിട്ടില്ല. ഒരു യാത്രക്കിടെ CH പറഞ്ഞ കാര്യം അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ കാണാൻ വേണ്ടി സാധിക്കും. അദ്ദേഹം യാത്ര ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയ ആ റോഡിലൂടെയാണ്. ഏതെങ്കിലും കാലത്ത് നമ്മുടെ കുട്ടികൾ ഈ വരാന്തയിലൂടെയൊക്കെ ഓടിച്ചാടി നടക്കുന്നതും അകത്ത് കയറി വിദ്യ അഭ്യസിക്കുന്നതുമായിരിക്കുന്ന ഒരു കാലം വരുമോ എന്ന് അദ്ദേഹത്തിന് ഡ്രൈവറോട് ചോദിക്കപ്പെട്ടു എന്നുള്ളതാണ്. കുറേ കാര്യങ്ങൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മരണം വരെ മുസ്ലിം ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് വലിയ രീതിയിലുള്ള സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് ചുരുക്കം. ആ മതിൽക്കെട്ട് അതൊരു മതിൽക്കെട്ടാണ്. ആ മതിൽക്കെട്ട് പൊളിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം ലീഗിന് സാധിച്ചിട്ടില്ല, സുന്നി വിഭാഗത്തിൽ AP വിഭാഗത്തിന് സാധിച്ചിട്ടില്ല. അത് പൊളിച്ചു മാറ്റിയത് കാന്തപുരം വിഭാഗമാണ്. മർക്കസ് ഉണ്ടാക്കിയതോട് കൂടിയിട്ട് അതിന് ഭൗതികപരമായിരിക്കുന്ന പുതിയൊരു അന്തരീക്ഷം വന്നു. അതുവരെ ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ് പോലെയുള്ള പ്രസ്ഥാനങ്ങളായിരുന്നു ഭൗതിക മേഖലയിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കി. 4 ശമ്പളം വിദേശ രാജ്യത്തുനിന്ന് ആ കാലഘട്ടത്തിലൊക്കെ വാങ്ങിയിരുന്നത് ഇവരായിരുന്നു എന്ന് ചുരുക്കം. പിന്നീടാണ് മതിൽക്കെട്ടുകൾ പൊളിഞ്ഞു, ഭൗതിക വിദ്യാഭ്യാസം പുതിയ തലത്തിലേക്ക്, പുതിയ രീതിയിലേക്ക് വന്നു, അറബി കോളേജുകൾ വന്നു, ഈ വസ്ത്രത്തിന് മാറ്റങ്ങൾ വന്നു, പാൻറ്റും ഷർട്ടൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് മതവും ഭൗതികവും പഠിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി. അങ്ങനെ പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സർവ്വ മേഖലയും കയറി. IAS-ഉം IPS-ഉം അടക്കമുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖല കീഴടക്കാൻ സാധിച്ചു. ഡോക്ടർമാർ ഇഷ്ടം പോലെയായി, എഞ്ചിനീയർമാർ ഇഷ്ടം പോലെയായി, ലെക്ചർമാർ, ഡോക്ടർമാർ, ഈ അധ്യാപകർ ഇഷ്ടം പോലെയായി, ഗവൺമെൻറ് തലത്തിൽ സർവീസിൽ ഇഷ്ടം പോലെ ആളുകളായി ആ തരത്തിലേക്ക് മാറി. അതോടൊപ്പം തന്നെ പതുക്കെയാണെങ്കിൽ പോലും പിച്ച വെച്ച് EK വിഭാഗം സുന്നികളും വളർന്നു. നല്ല വളർച്ചയുണ്ട് എന്ന് ചുരുക്കം. നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇപ്പം അദ്ദേഹം എന്തിനാണ് കരയുന്നത് എന്നുള്ളതാണ്. ഇതൊരു അനാവശ്യമായിരിക്കുന്ന ഒരു കരച്ചിലാണ് അല്ലേ എന്നുള്ളിടത്താണ് കാര്യങ്ങൾ പോകുന്നത്. കാര്യം EK വിഭാഗം സുന്നികളും AP വിഭാഗം സുന്നികളും ഒരിക്കലും യോജിക്കാൻ പോകുന്നില്ല. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ യോജിക്കാൻ പാടില്ല. അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് എന്താ ഗുണമുള്ളത്? 2 സുന്നി ആശയങ്ങൾ യാതൊരു അടിസ്ഥാനമായിരിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളുമില്ല, നിലപാടിലില്ല, സമീപനത്തിലില്ല, ആരാധനാകർമ്മത്തിലില്ല, സുന്നത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒന്നും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ പിളർന്നു വെച്ചാൽ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, നേതൃത്വവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്.
അതുകൊണ്ട് വളർച്ചയാണോ തളർച്ചയാണോ ഉണ്ടായത്? വലിയ രീതിയിലുള്ള വളർച്ചയാണ്. ഒരിക്കൽ പോലും രണ്ട് സുന്നി പക്ഷം ചേർന്ന് നിൽക്കുന്ന സമസ്തയും ഒന്നായി ഒരേ സിലബസ്, നമ്മൾ പറയാൻ വിട്ടുപോയാലൊന്ന്, സിലബസ് തന്നെ മദ്രസയിൽ രണ്ടെണ്ണമാണ്. AP വിഭാഗത്തിന് ഒന്നാണ്, EK വിഭാഗത്തിന് ഒന്നാണ്. സിലബസിൽ ചില മാറ്റങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും, ആശയത്തിന് മാറ്റം ഇല്ല, സിലബസിന് മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ ഇത്രക്ക് വലിയ രീതിയിൽ അകന്നു നിൽക്കുകയും വലിയ പുത്തൻ ഉണർവുണ്ടാവുകയും കാലോചിതപരമായ രീതിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമം നടത്തുകയും ചെയ്ത ഒരു വിഭാഗം വളരെ പെട്ടെന്ന് തന്നെ മാറിയിട്ട് രണ്ടും കൂടി ചേർന്ന് നിന്ന് കഴിഞ്ഞിട്ട് ഒരേ സമസ്ത ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ അത് സ്വപ്ന തുല്യമാണ്, യാഥാർത്ഥ്യമല്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാന്തപുരത്തിൻ്റെ കരച്ചിലുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ സങ്കട പറച്ചിലുമായിട്ട് ബന്ധപ്പെട്ടതിൽ എന്തെങ്കിലും സുന്നി രാഷ്ട്രീയമുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതാണ്. ഈ നിലപാടിനോട് അദ്ദേഹത്തിൻ്റെ മകൻ യോജിപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അദ്ദേഹം കൃത്യമായിരിക്കുന്ന രാഷ്ട്രീയ ബോധവും രാഷ്ട്രീയമുള്ള ആളാണ്. അത് ഇന്ന ആൾക്ക് വോട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ ശ്രവിച്ചാലും അത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു ഇപ്പോഴത്തെ ഒരു സങ്കടപ്പെടുന്നതിൻ്റെ ഒരു യുക്തി എന്താണെന്ന് യഥാർത്ഥത്തിൽ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഒരിക്കൽ പോലും ചേരാത്ത രീതിയിലുള്ള ഒരു അകൽച്ച ഉണ്ടായി എന്ന് മാത്രമല്ല, കാലോചിതപരമായ രീതിയിൽ അതിനൊരു ചേർച്ച അനിവാര്യമില്ല, അതൊരു അനാവശ്യമാണ് എന്നുകൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഉദ്ദേശ കാര്യങ്ങൾ എന്നുള്ള കാര്യം ഇപ്പോഴും കൃത്യമല്ല എന്നാണ് മനസ്സിലാക്കുന്നതിൻ്റെ ഉദ്ദേശ കാര്യം എന്ന്.